ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതിനാദ്യം നമുക്ക് ഒരു 3 സവാള പൊരിച്ചെടുക്കണം. 1 കിലോ റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കണം. അതിൻ്റെ ബാക്കി ഓയിൽ നമുക്ക് ബിരിയാണിയിലേക്ക് എടുക്കട്ടെ. ഓയിലിൻ്റെ ടേസ്റ്റ് മാറാനായിട്ട് നമുക്ക് ഇതിലേക്കൊരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിന് കോരിയെടുക്കാം. ഇനി നമ്മൾക്ക് മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ എടുത്തിരിക്കുന്നത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കണം. ഞാൻ 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊരു പ്രാവശ്യം ബിരിയാണി വെച്ച് നോക്കണം കേട്ടോ. അത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമ്മളെ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്താൽ മതി, നന്നായി പേസ്റ്റ് പോലെ ആവണ്ട. ഇനി പച്ചമുളക് ഒരു 8-9 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഇപ്പം നന്നായി പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. എല്ലതും ഫ്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. എല്ലതും കൂടി നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ റെഡിയാക്കിയിട്ടുള്ള ഗരം മസാല തന്നെയാണ് കേട്ടോ. 1 kg-നേക്കാൾ കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. ഞാനിതിൽ മല്ലി, മുളക്, മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ തൈരിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ നന്നായി വേവണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് കോരി വെച്ച നമ്മളെ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. ഇപ്പോഴേക്ക് നമുക്ക് റൈസ് റെഡിയാക്കാം. നമ്മൾ ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് ഞാൻ ഉള്ളി പൊരിച്ചെടുത്ത് ബാക്കി ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഏലക്ക ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതുകൊണ്ട് ഞാനൊരു പാത്രം അരി എടുത്തിരുന്നത്. അതിന് ഞാൻ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ നെയ്ച്ചോറ് റെഡിയാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അരിയിട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് റെഡി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ദമ്മിടുന്നേക്കാൾ മുന്നേ വെക്കണം. പിന്നെ ഇതിലേക്ക് ഇത്തിരി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് ദമ്മിൻ്റെ മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം.
നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ, കഴിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.